ഇതാണ് ആനയടി പൂരപ്പറമ്പ്. ഇപ്പം ആനകളൊന്നുമില്ല, വൈകുന്നേരം ആയ കാണാം പൂരം. ജനസാഗരമായിരിക്കും, ജനസാഗരം. അവിടെ പൂരം നടക്കുന്ന തട്ട് കാണാം. ഇതുവഴിയായിരിക്കും നമ്മുടെ ഗജവീരന്മാർ ഇറങ്ങി വരിക. ഇത്തവണ ഒരു വഴി മാറ്റിയിട്ടുണ്ട് കേട്ടോ. എല്ലാ വർഷവും അങ്ങനെ തൊട്ട് അപ്പുറത്തൂടെ ആയിരുന്നു. ഇപ്പം ഇതിലേക്കൂടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങിയാണ് നേരെ പൂരപ്പറമ്പിലോട്ട്. ഈ കാണുന്ന ഗജവീരന്മാരിങ്ങനെ നിരന്ന് നിൽക്കുന്നു. കാഴ്ച ഉണ്ടല്ലോ, അതൊരു കാഴ്ച തന്നെയാണ്. ഇവിടെ ആയിരിക്കും നമ്മുടെ ആന വിവരണം ചെയ്യുന്ന ശൈലേഷ് ഏട്ടൻ നിൽക്കുന്നത്. ഗജവീരൻ അവിടെ നിന്ന് എൻട്രി ആകുമ്പോഴായിരിക്കും നമ്മുടെ ശൈലേഷ് ഏട്ടൻ ഇവിടെ നിന്നുള്ള ആ ആളിനെ പറ്റിയുള്ള വിവരണം നടത്തുന്നത്. ആ ഗജവീരനും ആ ഗജവീരനെ പറ്റിയുള്ള വിവരണവും കൂടി ആകുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലാണ്. പിന്നെ ഈ കാണുന്ന പൂരപ്പറമ്പിലുള്ള ജനങ്ങളുടെ ആരവവും ഒരു രക്ഷയില്ലാത്ത ഫീലായിരിക്കും. നമുക്കിനി ഗജവീരൻ വരെ കാണാനായിട്ട് പോവാം. അവരെ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് നിൽക്കുവാണ്, അവിടെ പോയി കാണാം. ധർമ്മരക്ഷ, ഇവിടെ നിന്നാണ് നമ്മുടെ പുതുപ്പള്ളി കേശവൻ ടീമും വരുന്നത്. വരുന്ന മക്കളെ, പുതുപ്പള്ളി കേശവനും ടീംസും. നമുക്ക് ഇത്തവണ സ്വീകരണം ഒന്നും കാണാൻ കഴിഞ്ഞില്ല, നമ്മൾ എത്തിയപ്പോഴത്തേക്കും താമസിച്ചു പോയിരുന്നു. ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഓരോ നിമിഷങ്ങളാണ്, കാഴ്ചയാണ്, ഓരോ മെമ്മറിയാണ്. സ്വീകരണം കഴിഞ്ഞു. ഇനി പൂരപ്പറമ്പിൽ കാണാം ഭീമാവതാരത്തെ, നമ്മുടെ ഗജഭീമനെ. ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്, പുള്ളി ഒന്ന് കണ്ടിട്ട് പോവാം. നമുക്ക് പൂരപ്പറമ്പിൽ കാണാം, ബാക്കിയുള്ളവരെ കൂടി പോയി കണ്ടിട്ട് വരാം കേട്ടോ. ശരിയെന്നാ. കടവൂരാനെയും പരിമണം വിഷ്ണു ഇവരൊക്കെ ഇനി എവിടെയാണോ നിൽക്കുന്നത്? നിൽക്കുന്നു മക്കളെ, നമ്മുടെ പേരൂരൻ ഈപ്പൊരി മുതൽ
പൂരപ്പറമ്പ് ഇളക്കി മറയ്ക്കാൻ അവൻ്റെ ഒരു വരവുണ്ട്, നമ്മുടെ പേരൂർ ശിവൻ്റെ. അതൊരു ഒന്നൊന്നര വരവായിരിക്കും. നമ്മുടെ കുറച്ച് ഗജവീരന്മാരുടെ രഥങ്ങൾ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ആരുടെയൊക്കെ കിടക്കുന്നേ? ഒറ്റ നോട്ടത്തിൽ നമ്മുടെ പാമ്പാടി രാജൻ്റെ വണ്ടി, അത് കാണേണ്ട ഒരു വണ്ടിയാണ്. നോക്കിയേ, വണ്ടികൾ കാണാനായിട്ട് കയറിയപ്പോൾ അതിൻ്റെ എല്ലാം പുറകിൽ ഒരാൾ നിൽക്കുക. ആരൊക്കെ എവിടെയൊക്കെയാണ് നിൽക്കുന്നതെന്ന് ഒരു പിടിയില്ല. ഇതുപോലെയൊക്കെ കയറി വരുമ്പോഴും നമുക്ക് കാണാം ഓരോരുത്തർ എവിടെയൊക്കെയാണ് നിൽക്കുന്നതെന്ന്. കുറച്ച് നേരം പുള്ളിയെ കണ്ടിട്ട് പോവാം. ഞാൻ തേടി നടന്ന ആളെ കണ്ടു. സർപ്രൈസാണ് കേട്ടോ. പുള്ളിയെ കാണുമ്പോൾ നിങ്ങൾ പുള്ളിയുടെ ആരാധകനാണെങ്കിൽ ഒന്ന് കോരിത്തരിക്കും. നിൽക്കുന്നു നമ്മുടെ ഗജരാജ ലക്ഷണ പെരുമാൾ, കതിർവില്ലഴകൻ, പാമ്പാടി രാജൻ, എൻ്റെ ഹീറോ. പുള്ളിയാണ് എൻ്റെ മെയിൻ. പുള്ളിയിലൂടെയാണ് ഞാൻ ഈ ആനകളുടെ എല്ലാം പുറകെ നടക്കാൻ തുടങ്ങിയത്. നിൽക്കുന്നു നമ്മുടെ രാമരാജാവിൻ്റെ അനുജൻ തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ. ആനക്കേരളത്തിൻ്റെ ഒരേ ഒരു ഐരാവത സമൻ, ഈരാറ്റുപേട്ട അയ്യപ്പൻ, അഴകിൻ്റെ മഴവിൽ കാവടി. ഇവിടെയും കിടപ്പുണ്ട് കുറച്ച് ആനവണ്ടികൾ. എന്നാ ലുക്കാ വണ്ടിയൊക്കെ. നിൽക്കുന്നു മംഗലാങ്ങുന്ന് ശരണയ്യപ്പൻ. ഇനി അയ്യപ്പനെ കുറച്ച് നേരം കണ്ടിട്ട് പോവാം. മതിൽക്കെട്ടിനകത്ത് ചൈത്രം അച്ചുവിൻ്റെ ആ നിൽക്കു നോക്കിയേ.
ആ ദേ നിൽക്കുന്നു സുജാത ഏഴ് കിടന്ന ആള് മൗട്ടത്ത് രാജേന്ദ്രൻ. പുള്ളിക്കാണെങ്കിൽ ഫാൻ ഗേളെന്നോ ഫാൻ ബോയ് എന്നോ ഒന്നുമില്ല, പുള്ളിയുടെ കാര്യം. ഞാനിപ്പോൾ ഉള്ളത് പൂരപ്പറമ്പിലാണ്. ഗജവീരന്മാർ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ശൈലേഷ് ഏട്ടൻ എത്തിയിട്ടുണ്ട്. ശൈലേഷ് ഏട്ടനും അഖിലേട്ടനും ഒക്കെ തയ്യാറെടുത്ത് നിൽക്കുവാണ്. ഈ ഗജവീരന്മാർ ഓരോരുത്തരായി വന്നാൽ മാത്രം മതി. ആദ്യത്തെ ഗജവീരൻ എത്തിയിട്ടുണ്ട്. പൂരമായതുകൊണ്ട് ആരാണെന്ന് അറിയാൻ പറ്റുന്നില്ല. മൗട്ടത്ത് രാജേന്ദ്രനാണോ എന്ന് അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. എണ്ണം പറഞ്ഞ പൂരങ്ങളിൽ എഴുന്നള്ളി നിൽക്കുന്ന വീരനായകൻ, ശാന്തതയുടെ മുഖമുദ്രയണിഞ്ഞ കൊമ്പൻ, മാതംഗ സൗമ്യ ശ്രേഷ്ഠൻ മൗട്ടത്തു രാജേന്ദ്രൻ. ഇതാ കടന്നു വരികയാണവൻ. പെരുമ കൊണ്ട് ആവേശം അലങ്കരിക്കുന്ന നേരത്തെ ഭഗവാനെ വലം വെച്ചിതാ കടന്നു വരികയാണ് ആ നായകൻ. ഗജേന്ദ്ര നാട്ടുപ്രമാണിയുടെ വരവ്. ആൻഡമാൻ കാടുകൾ ആന കേരളത്തിന് സമ്മാനിച്ച കനക സുവർണ നിധി. കാലം കഥകൾ പറയുന്ന തൃശൂർ പേരൂരിൽ നിന്നും പത്തനംതിട്ടയുടെ മടിത്തട്ടിലേക്ക് കടന്നു വന്ന രാജനിയോഗം. പേരുകേട്ട പൂരങ്ങളിലും പെരുമയുള്ള മണ്ണിലും നിറനിറഞ്ഞു നിന്ന് ആനയടി മണ്ണിന്റെ തിലകം ചാർത്തിയവൻ. ഏത് വമ്പനോടും പടപെരുതുവാൻ പേടിയില്ലാത്ത നായക സൂര്യനിത ഗജേന്ദ്ര നാട്ടുപ്രമാണിയുടെ വരവ്. ഓണാട്ടുകരയുടെ മണ്ണിലും ഒട്ടും ആവേശം കുറയാത്ത ദക്ഷിണ മലയാളത്തിന്റെ മണ്ണിലും താരമായി നിൽക്കുന്ന രാജകേസരി മാതംഗ സൗമ്യ ശ്രേഷ്ഠൻ ഗജേന്ദ്ര നാട്ടുപ്രമാണി മൗട്ടത്ത് രാജേന്ദ്രന്റെ വരവ്. വീറും വാശിയുമായി ജനിച്ച കുലത്തിന് മഹിമ ചാർത്തുന്ന പോരാളി പനകുളം അരിച്ചേട്ടന്റെ കയ്യും പിടിച്ചിത വരികയാണവൻ. ഗജേന്ദ്ര നാട്ടുപ്രമാണി മൗട്ടത്ത് രാജേന്ദ്രന് സ്വാഗതം. നമ്മുടെ വൈറൽ ആനയടി പൂരത്തിലേക്ക് നടവച്ചടിവെച്ചിത കടന്നു വരികയാണവൻ. തടത്താവിളയുടെ ഉദയസൂര്യൻ തടത്താവിള മണികണ്ഠൻ. ആളും മരങ്ങും ഒരുങ്ങി നിൽക്കുന്ന ഭഗവാന്റെ മണ്ണിൽ ഉത്സവാഘോഷങ്ങൾക്ക് നിറം പകർന്ന ഗജവീരന്മാർ ഒന്നായി കടന്നു വരുമ്പോൾ വന്നു ചേരുകയാണ് മണികണ്ഠൻ. ആരവങ്ങൾ അകമ്പടിയാക്കി രാജാക്കന്മാർ പിറന്ന ഉത്തര ഭാരത മണ്ണിൽ നിന്നും മാതംഗ മലയാളത്തിന്റെ തെക്കൻ മണ്ണിനായി അവതാരമെടുത്തവൻ. വടക്ക് പിറന്നവരുടെ വരവിനാൽ കീർത്തിയാർജിച്ച ഭൂതകുലത്തെ മണ്ണിൽ വരുവുന്ന ഗജശ്രേഷ്ഠൻ. താരമാകാൻ തരംഗമാകാൻ ആനയെ അറിയുന്നവരുടെ മുന്നിൽ ആണായി നിന്ന് വളർന്നവൻ ഗജകേസരി തടത്താവള മണികണ്ഠന് സ്വാഗതം. കാലവും നേരവും ആന ചന്തത്തിൽ ആറാടാൻ ഉഗ്ര നരസിംഹമൂർത്തി വാഴുന്ന മണ്ണിലേക്ക് കടന്നു വരുവാൻ ഒരുങ്ങി നിൽക്കുകയാണവൻ. മധ്യ കേരളത്തിന്റെ മണ്ണിലെ നിത്യ സാന്നിധ്യം. ഒത്തിണങ്ങിയ വേദികളിൽ ഒത്തിരി ആരാധകരെ ചേർത്ത് ഉത്തമ ഗജരാജൻ വന്നു ചേരുന്നു. അക്ഷര നഗരിയുടെ മണ്ണിൽ നിന്നും ശാന്തതയുടെ മൂർത്തി ഭാവമായ കൊമ്പൻ ഗജേന്ദ്ര സേനാപതി തോട്ടൈക്കാട്ട് കണ്ണന്റെ വരവ്. കണ്ണൻ ആണുങ്ങളുടെ കടന്നുവരവിനെ ആവേശത്തിന്റെ കർപ്പൂരാഴി ഒഴിഞ്ഞുകൊണ്ട് സ്വീകരിച്ച കോട്ടയം നാടിന്റെ പൊന്നോമനപുത്രൻ. വടക്കൻ നാട്ടിലേക്കും മധ്യ കേരളത്തിലെ തനതായ പൂരപ്പറമ്പുകളിലേക്കും ഇനിയും വസന്തം വിരിയിക്കേണ്ടെന്നുവൻ. തനിക്കു താങ്ങായി വഴി നടത്തുന്ന സാരഥി മെത്തല്ലൂർ സരുണിന്റെ കൈയും പിടിച്ചു കടന്നു ചെന്നെത്തുന്ന പൂരപ്പറമ്പുകളിൽ സൗന്ദര്യ മികവ് കൊണ്ട് ആരാധക ശ്രദ്ധ തന്നിലേക്ക് ആവാഹിക്കാൻ പോന്ന ആണഴകൻ ഭഗവാന്റെ മടിത്തട്ടിലേക്ക് ഇതാ വന്നു ചേരുകയാണവൻ. തോട്ടൈക്കാട്ടു കണ്ണനും സാരഥിമാർഗം ആനയടി പൂരത്തിലേക്ക് സ്വാഗതം. തഴകോടെ മരുവുന്ന മാതംഗ ശ്രേഷ്ഠൻ ഗജരാജൻ പെരുമ്പാവൂർ അരുൺ അയ്യപ്പൻ. വടക്കൻ മഴക്കാടുകളിൽ ജനിച്ചു ചന്തമുള്ള സുന്ദരൻ. എന്തിനും പോന്നഴകത്തൊരു ആൺപിറപ്പായി വില്ലാളി വീരനായി ധർമ്മശാസ്താവിന്റെ നാമധാരിയായി വരികയാണവൻ. തീരാത്താവേശങ്ങളിലും എതിർവാക്കില്ലാത്ത ഗജസൗന്ദര്യവും അണിചേർത്തൊരുക്കിയിരിക്കുന്ന പൂരത്തിന്
അകമ്പടി ചേർന്ന് വരികയാണവൻ. ഗജരാജൻ, പെരുമ്പാവൂർ അരുൺ അയ്യപ്പനും സാരഥിമാർക്കും ആനയടി തമ്പുരാന്റെ മണ്ണിലേക്ക് സ്വാഗതം. പുത്തൻകുളം ഷാജിയേട്ടന്റെ ആനപ്പന്തിയിൽ നിന്നും കടന്നു വരികയാണ് ആനയടി തമ്പുരാന്റെ മണ്ണിലേക്ക്. ഗജരാജൻ, പുത്തൻകുളം മോഹനകൃഷ്ണൻ. അതെ, കാണുന്ന കണ്ണുകൾക്ക് കരിയഴകി സമ്മാനിക്കുന്ന ആനയടി തമ്പുരാന്റെ മണ്ണിൽ അനേകം ആന തമ്പുരാക്കന്മാർ പദം വെച്ച് വന്നു ചേരുന്ന മണ്ണിലേക്ക് പുത്തൻകുളം മോഹനകൃഷ്ണനും സാരഥിമാർക്കും സ്വാഗതം, സുസ്വാഗതം. ശാസ്താംകോട്ട ബിജുവിന്റെ കയ്യും പിടിച്ചുകൊണ്ട് തെക്കിന്റെ മറ്റൊരു കൊച്ചുകുമാരനിതാ തന്റേതായ വഴികളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചും തനിക്കു ചേരുന്ന വീഥികളിൽ താരമൂല്യം അരക്കെട്ട് ഉറപ്പിച്ചും കടന്നു വരുന്ന തെക്കിന്റെ യുവ പോരാളി ഗജകുമാരൻ വെള്ളിമൺ കൊച്ചയ്യപ്പനും സാരഥിമാർക്കും ആനയടി പൂരത്തിലേക്ക് സ്വാഗതം. തിളക്കമോടെ മരുവുന്നവൻ വ്യത്യസ്തതയുടെ നിറകുടമായി മാറുമ്പോഴും അഴകിന്റെ യാവനാഴി തന്നിൽ അരക്കെട്ട് ഉറപ്പിക്കുന്ന മറ്റൊരു വിസ്മയം. തിരുനക്കര തേവരുടെ പടിക്കെട്ടുകൾ കടന്നു വന്ന മറ്റൊരു കരിവീര വസന്തം. അതെ, ആനയടി തമ്പുരാന്റെ മണ്ണിലേക്ക് കടന്നു വരുന്നു കുഴിയം പഞ്ചമത്തിൽ ദ്രോണ. കടന്നു വരികയാണ് ഒരു യുവസഖ്യ രാജകുമാരൻ. കോന്നിയുടെ മടിത്തട്ടിൽ നിന്നും ആന കേരളത്തിന്റെ വിരിമാറിലേക്ക് കടന്നു വന്ന മറ്റൊരു ഗജവസന്തം. രാഷ്ട്രീയ കേരളത്തിന്റെ അതികായകനാകുന്ന സാക്ഷാൽ കീഴൂട്ട് ബാലകൃഷ്ണപിള്ള അവർകൾ ആന കേരളത്തിന് സമ്മാനിച്ച മറ്റൊരു രാജകുമാരൻ. വിശ്വവിഖ്യാത യുവരാജ പ്രജാപതി അക്ഷരം തെറ്റാത്ത അഴകിന്റെയും പണയം വയ്ക്കാത്ത ആണത്തത്തിന്റെയും ആനരൂപമാണിവൻ. പാരമ്പര്യത്തിന്റെ പകിട്ടിനാൽ പ്രൗഢിയുടെ മേലങ്കി അണിഞ്ഞ് പടക്കിറങ്ങുന്ന പോരാളിയാണിവൻ. ആഘോഷം ആവേശമാകാൻ തല മുതിർന്നവർ മാത്രം മതിയോ? യുവരാജാക്കന്മാർ പറഞ്ഞാൽ തീരാത്ത ചരിത്രവും പറയുവാൻ ഏറെയുള്ള ആവേശവും അണിനിരക്കുന്ന മണ്ണാണിത്. പേരും പെരുമയും നിറഞ്ഞ തമ്പുരാന്റെ മണ്ണ്, ആനയടിയുടെ മണ്ണ്. കൃപാ കടാക്ഷങ്ങൾ ഒരുക്കി നൽകുന്ന ഭഗവാന്റെ തിരുമണ്ണിലേക്ക് വരികയാണവൻ. കഴിഞ്ഞുപോയ കാലത്തിനും കളിയാക്കി നിന്ന കണ്ണുകളോടും കരുത്തേറിയ കാലം തിരികെ കാണിച്ചു മറുപടി കൊടുത്തവൻ. കൊമ്പും കുംഭയും കുലുക്കി കൊല്ലത്ത് പാടുന്ന വില്ലാളി വീരൻ വരികയാണ്. പ്ലാക്കാട് മണ്ണിന്റെ ഇന്നത്തെ നേരവകാശി പ്ലാക്കാട് കണ്ണന്റെ വരവ്. ആനയടി തമ്പുരാനെ വണങ്ങി ആനയടി തമ്പുരാന്റെ മണ്ണിലേക്ക് ആനയടിക്കാരന്റെ കയ്യും പിടിച്ചവന്റെ വരവ്. പ്ലാക്കാട് കണ്ണന്റെ വരവ്. കണ്ണൻ ഇതാ വരികയാണ് പിച്ചിയിൽ ശിവൻ. കാണുന്ന കണ്ണിലെല്ലാം ആനച്ചന്തം കാണിച്ചു കൊടുക്കുവാൻ പോകുന്ന ഒന്നാന്തര മാൻപിറവി വരികയാണവൻ. ആന കേരളത്തിൽ അഴകോടെ വാഴുന്ന ഗജകേസരി. വേദികൾ കീഴടക്കി വിജയക്കൊടി നാട്ടി ഉയരങ്ങൾ കീഴടക്കിയ ചരിത്രമുള്ളവൻ. വടക്കു പിറന്നവരുടെ വരവ് ഒരു തരംഗമായപ്പോൾ മലയാള മണ്ണിലേക്ക് രഥമേറിപ്പോന്നവൻ. പിന്നിടുന്ന വീഥികളിൽ നാഴികക്കല്ലായ സന്ദർഭങ്ങൾക്ക് നാന്ദി കുറിക്കുവാൻ അഴകിന്റെ ആവനാഴിയേന്തി അവതാരമാകുന്നവൻ. കടന്നു വന്ന പാതയിലെല്ലാം തന്റെ പാദമുദ്രകൾ പതിപ്പിച്ച പ്രൗഢിയുള്ള ഗജതാരകം. എടുത്തു പറയേണ്ടുന്ന അഴകും ഏത് മനസ്സും കീഴടക്കുന്ന സ്വഭാവ മഹിമയുമായി തെക്കൻ നാടിന്റെ മാതംഗ മഹിമയ്ക്ക് തിലകമായി മാറുന്ന ഗജകേസരി ഗജരാജൻ, പിച്ചിയിൽ ശിവനും സാരഥിമാർഗം ആനയടി തമ്പുരാന്റെ മണ്ണിൽ മറ്റൊരു ഗജരാജൻ. ഇതാ കാലവും തന്റെ തേരോട്ടവും എവിടെയും എങ്ങും അവസാനിച്ചിട്ടില്ലെന്ന വാശിയോടെ സാരഥി കോട്ടയം അഖിലിന്റെ കൈയും പിടിച്ചു വന്ന് നിൽക്കുകയാണവൻ. ആരവങ്ങൾ നിറയുന്ന തെക്കൻ രാജഭൂമിയിൽ ആവേശം പെരുമ കൊണ്ട് തിളങ്ങി വിളങ്ങുന്നവൻ. പിറന്ന മണ്ണിന്റെ വീറും വളർന്ന മണ്ണിന്റെ വാശിയും കൈമുതലാക്കിയ പലനാടും കീർത്തിക്കേണ്ടവൻ. കോട്ടയക്കാട്ട് രാജശേഖരനും സാരഥിമാർക്കും സ്വാഗതം.
ആരാധകരുടെ കണ്ണിനും മനസ്സിനും കുളിർമയേകുവാൻ വരുന്ന മാതംഗ താരകം ശാന്തസ്വരൂപൻ പനക്കൽ നീലകണ്ഠൻ. ആവേശം മുഴങ്ങുന്ന നേരത്ത് ആരാധകർ ഒരുങ്ങി നിൽക്കുമ്പോൾ ഇതാ കടന്നു വരുന്നു മറ്റൊരു ഗജകേസരി ആമ്പാടി മാധവൻ കുട്ടിയുടെ വരവ്. കുളമാക്കിൽ ഗണേശൻ പുള്ളിയുടെ അനൗൺസ്മെന്റ് തുടക്കത്തിലെടുത്തത് കട്ടായി പോയുള്ളൂ. ഇവനാണ് കുളമാക്കിൽ ഗണേശൻ. ആരെയും മയക്കുന്ന ആകാര മികവ് കൊണ്ട് ആന കേരളത്തിൽ താരമായി മാറിയവൻ. ആനപ്പെരുമയേറെയുണ്ടായിരുന്ന പാത്താംകുത്തി കുത്തൻ പുരയ്ക്കൽ കുടുംബത്തിൽ നിന്നും അഭീഷ്ടവരദായകന് മുൻപിൽ സമർപ്പിക്കുന്ന തിരുമുൽ കാഴ്ച ഗജകേസരി ആമ്പാടി മഹാദേവൻ വരികയാണ്. ആനപ്പെരുമയേറെയുണ്ടായിരുന്ന പത്താംകുറ്റി പുത്തൻ പുരയ്ക്കൽ കുടുംബത്തിൽ നിന്നും അഭീഷ്ടവരദായകന് മുൻപിൽ സമർപ്പിക്കുന്ന തിരുമുൽ കാഴ്ച ഗജകേസരി ആമ്പാടി മഹാദേവനും സാരഥിമാർഗം ആനയടി തമ്പുരാന്റെ തിരുമടിത്തട്ടിലേക്ക് സ്വാഗതം, സുസ്വാഗതം. നിറയുന്ന നേരത്തെ ഇതാ ആനയടിയുടെ വിരിമാറിൽ അവതരിക്കുന്ന ഒരു കോന്നിക്കാരൻ. നായകന്മാരെ മാത്രം നേർക്കുനേരെ കൊണ്ടുവന്നിട്ടുള്ള നരഹരിയുടെ നായകൻ. അതെ, ആനയടിയുടെ മണ്ണിൽ എന്നുമെന്നും വീരവിസ്മയം തീർത്തിരിക്കുന്ന, ആനകളെ കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്ന നരഹരിയുടെ കൈയും പിടിച്ചിത വരികയാണ് ഒരു കോന്നിക്കാരൻ. ചരിത്ര പാരമ്പര്യങ്ങളുടെ ആനക്കഥകൾ പേരുന്ന ആനയടി തമ്പുരാന്റെ മണ്ണിലിതാ ആഘോഷത്തിന്റെ പൊൻവസന്തം നിറഞ്ഞു കഴിഞ്ഞു. അതെ, ഇതുവരെ നടന്നു വന്നതിൽ നിന്നെല്ലാം അടിമുടി മാറ്റം വരുത്തി ആനയടി പൂരം ആവേശത്തിന്റെ പര്യായമാക്കിയ കൂട്ടായ്മ കൊണ്ടുവരുന്നു ടീം നരഹരിയുടെ വീരനായകൻ. ചരിത്രം കുറിക്കാൻ ചങ്കൂറ്റം മാത്രം മതിയെന്ന് തെളിയിച്ച കോന്നിയുടെ മാനസപുത്രൻ, വിശ്വവിഖ്യാത കരി ഇഭകുല സേനാനി ഗജശ്രീ കോന്നി വകയാർ ചൈത്രം കാനനവാസൻ വാഴുന്ന മണ്ണിൽ കന്നഡ ചന്തത്തിന്റെ വിസ്മയം തീർത്ത് നെഞ്ചും വിരിച്ചു നിൽക്കുന്ന ആൺപിറപ്പിത കൈരളിയുടെ മണ്ണിൽ വന്നെത്തിയ കാലം മുതൽക്ക് ആരവങ്ങൾക്ക് നായകത്വം വഹിച്ചു ശീലിച്ച കോന്നിക്കാരനിത പിറന്ന നാടിന്റെ ചന്തവും വളർന്ന നാടിന്റെ ചങ്കൂറ്റവും ചേരും പടിച്ചേർത്ത് ആന കേരളത്തിന്റെ ചരിത്രങ്ങൾ കുറിക്കുന്ന തമ്പുരാനിത തെക്കൻ വീരന്മാരുടെ രാജകീയത എന്തെന്നും ഏതെന്നും തെക്കും വടക്കും തെളിയിച്ച ഈ ഭകുല സേനാനിയാണിവൻ. പൂരങ്ങളുടെ പൂരം മുതൽ പേരുകേണ്ട ഏത് പൂരത്തിനും താരമായി മാത്രം നിന്ന് ശീലിച്ച ഒന്നാം തര കൊമ്പനാനയാണ് ഇവൻ. അതെ, അണിനിരക്കുന്ന ആരവങ്ങളിൽ ആവേശത്തിന്റെ ഗതരൂപം എന്തെന്ന് കാണിക്കുവാൻ നരഹരിയുടെ നായകനായി വരികയാണ് അച്ചു. വഴി നടത്താൻ വൈക്കത്തിന്റെ മണ്ണിൽ നിന്നും വരുന്ന സാരഥി ചെമ്മനത്തുകര വിപിന്റെ കൈയും പിടിച്ചു വരികയാണവൻ. നരഹരിയുടെ നായകൻ ഈ ഭകുല സേനാനി ഗജശ്രീ കോന്നി വകയാർ ചൈത്രം അച്ചു. അലമാലകൾ അലയടിക്കുന്ന അറബിക്കടലിന്റെ മരവുന്ന വീരപുത്രനും വരികയാണ് നരഹരിയുടെ നായകന്മാരിൽ ഒരുവനായി. കുളമാക്കിൽ തറവാടിന്റെ ഇന്നത്തെ നെടുനായകൻ ഗജമുഖ ഭീമൻ, കുളമാക്കിൽ പാർത്ഥസാരഥി. കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ആവേശ പെരുമയിലേക്ക് ഇതാ ചുവട് വച്ചു വരുന്നുണ്ട് കൂട്ടരെ. തെച്ചിക്കോട്ട് കാവിലെ ഇളമുറ തമ്പുരാൻ
കടന്നു വരികയാണവൻ. വീരനാം ഏട്ടന്റെ വീര്യമുള്ള പൊന്നനിയൻ യുവരാജ പ്രജാപതി തെച്ചിക്കോട്ടുകാവ് ദേവദാസൻ. അതെ അതെ അതെ, നരഹരിയുടെ ആവേശത്തിന് ഉപനായകനായി വരികയാണവൻ. താരമാരെന്നും താരമൂല്യം എന്തെന്നും നേടങ്ങരുതെന്നും പഠിപ്പിച്ചു വിട്ട തെച്ചിക്കോട്ട് കാവിലമ്മിയുടെ വില്ലാളി വീരനാം പിന്മുറക്കാരൻ സാക്ഷാൽ യുവരാജ പ്രജാപതി നവയുഗ ഛത്രാധിപതി തെച്ചിക്കോട്ട് കാവ് ദേവിദാസ, നിനക്കും സ്വാഗതം. നരഹരിയുടെ വീരനായകന്മാരുടെ കൂടെ ഒരായിരം സ്വാഗതം, സുസ്വാഗതം. തമ്പുരാന്റെ മണ്ണിൽ താരമായി എഴുന്നള്ളി നിന്ന വീരനായകൻ, ഒരു തലമുറയാരം കെട്ടിയ വീരനായകൻ, ഗജരാജ ശ്രേഷ്ഠൻ ഉണ്ണിപ്പിള്ളിൽ ഗണേശന്റെ വരവ്. വീരന്മാരുടെ കടന്നുവരവിനും കരുത്തുള്ള നിലനിൽപ്പിനും വിളനിലമായ തെക്കിന്റെ മണ്ണിലേക്കിതാ വരികയാണ് ഒരു ഗജതാരകൻ. ഉഗ്രപ്രതാപികൾ അടക്കിമാറുന്ന കടന്നു വരികയാണ്. ഉണ്ണിമങ്ങാട് കണ്ണന്റെ വരവ്. വരികയാണവൻ. ഉന്നതങ്ങളിലേക്ക് ചുവട് വയ്ക്കുവാൻ ഉത്തമ ജാതകവുമായി വടക്കൻ മടിത്തട്ടിൽ പിറന്നു വീണ വീരകുമാരൻ. കാലത്തിന് തിലകം ചാർത്തുവാൻ കരിവീരകുലത്തിൽ പിറന്ന കലിയുഗ വീരൻ. തന്നെ കാണാനും തന്റെ അഴക് കാണാനും കാത്തിരിക്കുന്ന ജനതയ്ക്ക് മുന്നിലേക്ക് കാലം കൽപ്പിച്ച നിയോഗവുമായി കടന്നു വരികയാണ് വേണാട് നീലകണ്ഠന്റെ വരവ്. പൂരപ്പറമ്പ് ഫുള്ളായിട്ടുണ്ട്, ആൾക്കാർ വരാനുണ്ട്. അവിടെ മേളം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ലിസ്റ്റ് കാണാം. രാമനെന്ന വികാരം ആനയടി തമ്പുരാന്റെ മണ്ണിൽ രാമനെന്ന വികാരത്തെ കൊണ്ടെത്തിച്ച, ആനയടി കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ ആവേശം നിറച്ച സാക്ഷാൽ ഏക ഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിച്ചു നിന്ന ചരിത്രവുമായി ശ്രീകൃഷ്ണസേന വരികയാണ് ഇവിടേക്ക്. അനന്തപുരിയുടെ വിരിമാറിൽ ഒരു കാലത്ത് ആരാണ് വീരനെന്ന ചോദ്യത്തിന് ഒരേ ഒരു മറുപടി കൊടുത്തവൻ പലനാടും കടന്ന് പാലക്കാടും ചുവടുറപ്പിച്ചപ്പോൾ പ്രൗഢിയുടെ ചുരുകയേന്തിയ വീരപുത്രൻ എവിടെ നേടണമെന്ന് ഏട്ടന്മാർ പഠിപ്പിച്ചു വിട്ട ഏഴഴകുള്ള പൊന്നനിയൻ. അതെ, ഇവൻ നിലവുകൊണ്ട് നീലാകാശം കീഴടക്കിയ ഉലക നായകൻ മംഗലാം കുന്ന കർണന്റെ പിന്തുണക്കാരൻ. മാറി മാറി നിന്ന കാലത്തു നിന്ന് മാറ്റിരച്ച രംഗം പോലെ കീർത്തിയേറിയവൻ. തോൽവി എന്തെന്നറിയാതെ തോറ്റു പിന്മാറിയ ചരിത്രമില്ലാതെ മാറ്റൊലി മുഴക്കിയ യുവതുർഗി യുവകുല സേനാനി മംഗലാം കുന്ന ശരൺ അയ്യപ്പ, നിനക്കൊരായിരം സ്വാഗതം. എണ്ണമറ്റതുമായ സംഭാവനകൾ വിഭാവനം ചെയ്ത കൊല്ലം നാടിന്റെ കണ്ണിലുണ്ണി വരികയാണ്. ശ്രീകൃഷ്ണസ്വാമിയുടെ രണ്ട് വീരനായകന്മാർ ആനയടി പൂരത്തിലേക്ക് കടന്നു വരികയാണ്.
ആനയടി പൂരത്തിന്റെ ആരവം നിറയുമ്പോൾ വരികയാണ്. തെക്കിന്റെ പൂരപ്പറമ്പുകൾ കണ്ണു നിറയെ കാണാൻ കൊതിക്കുന്ന വടക്കനാടച്ചെന്നും ചിട്ടകൾക്ക് ചിട്ടയും കരിമ്പലകൾ ചൂടം വിളിക്കുന്ന വള്ളുവനാടിന്റെ വീരപുത്രൻ ഗജരാജൻ പട്ടാമ്പി മണികണ്ഠൻ നിലവിന്റെ കുന്തമുന ചീകി വിളുക്കി തെക്കിന്റെ തിരുമണ്ണിൽ നിന്നും വരുന്ന ഗജതാരകം മീനാട് സിന്ധുമോൾ ഗ്രൂപ്പിന്റെ ചന്തമുള്ള കൊമ്പനാന ദേശിന്റെ നാടിന്റെ വാശിയുള്ള യുവതാരകം സഖ്യമാരണപുത്രൻ ഗജകേസരി മീനാട് വിനായകൻ വരികയാണ്. അമ്പര ചുട്ടികളാകുന്ന എടുപ്പ് കുതിരകൾ അരങ്ങുമാടുന്ന മണ്ണിലും അരങ്ങിൽ വീരന്മാർ നിറഞ്ഞു നിൽക്കുന്ന മണ്ണിലും താരമായവൻ സഖ്യമാരണപുത്രന്റെ വരവ് ഗജകേസരി മീനാട് വിനായകൻ. രുദ്രപ്രതാപികൾ അടക്കി വാഴും മുണ്ടുമങ്ങാടിന്റെ മണ്ണിലെ എണ്ണം കുറഞ്ഞത് കടന്നു വരുന്നു. ആനകൾ അരങ്ങു വാഴുന്ന മണ്ണിലെ മാതംഗ സൗകുമാര്യം ഗജരാജൻ ഉണ്ണിമങ്ങാട് ശ്രീമുരുകൻ. വരികയാണെങ്കിലും യുവവീരനാമം തന്നെ തേർവാഴ്ചയ്ക്ക് കാരണമാക്കുന്നവൻ ദേവാസ് ആരവങ്ങൾ വരികയാണ്. ആരവങ്ങൾക്ക് നടുവിൽ ആഘോഷവുമായി നിറയുന്നവൻ പേരുകേട്ട വേദികളിലേക്ക് പ്രൗഢിയോടെ കടന്നു വരുന്നവൻ ദേവാസ് ആരവങ്ങളും വരികയാണ്. മലയാളത്തിന്റെ തട്ടകപ്പെരുമയ്ക്ക് കാവലായി കാലങ്ങൾ കഥ പറയുന്ന മരുതൂർ പിളങ്കരയുടെ ഗജസൈനാധിപനായി വരുന്നൊരു ഗണപതി ചന്തവും ആനയടി പൂരത്തിലേക്ക് അഴകായി വരികയാണ്. അഴകിന്റെ ആവനാടിയിൽ തന്നെ ഒളിയമ്പുമായി ആന കേരളത്തിൽ വ്യത്യസ്തത കൊണ്ട് അലങ്കാരമാക്കി കുടികൊള്ളുന്നവൻ മരുതൂർ പിളങ്കര ദേവന്റെ മാനസമുദ്രൻ ഗജകേസരി മരുതൂർ പിളങ്കര മഹാദേവനും ആനയടി പൂരത്തിലേക്ക് സ്വാഗതം. വേദി ഒരുങ്ങി നിൽക്കുന്ന നേരത്ത് താരങ്ങളെ സ്വീകരിക്കുവാൻ കാത്തു നിൽക്കുന്ന നേരത്ത് കടന്നു വരുന്നു അവൻ ഗജരാജകുമാരൻ പുത്തൻകുളം അനന്തകൃഷ്ണനും വരുന്നു. ഈ നാടിന്റെ മടിത്തട്ടിൽ ആഘോഷം നിറയുന്ന നേരത്ത് എണ്ണക്കറുപ്പിന്റെ ഏഴഴകുന്നവൻ യുവരാജ കുലയോത്തവൻ പണ്ണീർക്കര മണികണ്ഠനും വരികയാണ്. ഏത് വമ്പനോടും ഏറ്റുമുട്ടാൻ പോകുന്ന ചങ്കൂറ്റമുള്ള നായകൻ ആണായി നിൽക്കുവാനും ആണത്തം കാണിക്കുവാനും കടന്നു വരികയാണവൻ മാതംഗ ചൈതന്യ ശ്രേഷ്ഠൻ ഗജകേസരി പുല്ലത്തൂർ കുട്ടി ശങ്കരൻ. എന്തിനൊപ്പം നെരുപിടി മുതലുകൾ ഇന്നും എന്നും കൊല്ലത്തുണ്ടാകുമെന്ന് സത്യ ചൈതന്യം കൊണ്ട് ചാർജുന്നവൻ വന്നു ചേരുന്നു. ആന കേരളത്തിന്റെ ദേവനാരായണ പ്രജാപതി ചിറക്കരയിലെ തമ്പുരാൻ കുട്ടി ഗജരാജൻ ചിറക്കര ദേവനാരായണൻ. തെക്കൻ മണ്ണിൽ നിന്നും ഇന്ന് മധ്യ കേരളത്തിന്റെ വിരിവാര കീഴടക്കി നിൽക്കുന്ന മാതംഗ സുന്ദരൻ ആവേശ സ്വാതന്ത്ര്യം ഒഴിഞ്ഞു നിൽക്കുമ്പോൾ ഇതാ കടന്നു വരുന്നവരും കാലം കടക്കും തോറും കണക്കില്ലാത്ത സൗന്ദര്യം കൊണ്ട് ആരാധകരെ തന്നോട് ചേർക്കുന്ന തലമുതിർന്ന താരകൻ കടന്നു വരികയാണ്. നിറനിറയുന്ന ആരവങ്ങൾക്ക് നടുവിലേക്ക് നാടിനാട് ചന്തം വേമ്പനാട് വാസുദേവനും ആനവടി പൂരത്തിലേക്ക് സ്വാഗതം. പാമ്പാടി രാജനെ വരവേറ്റ മണ്ണ് നേരായ
എന്തെന്നും നേരിട്ട രീതിയിൽ ആര് രാജാവെന്നും തെളിയിച്ച് സാക്ഷാൽ ഗജഭീമൻ പുതുപ്പള്ളി കേശവൻ എഴുന്നള്ളി നിന്ന മണ്ണ് ഇതാണ് അടിയുടെ മണ്ണ്. ഞങ്ങളിവിടെ ഒന്ന് ഇടികൊള്ളും കള്ളുകൊള്ളും ആ പയ്യൻ കയറി അതിനെന്താ സുഖം അവിടെ എല്ലാം റിയുന്ന തിരുവ്യാഘ്രപുരിയുടെ തലയെടുപ്പ് ഗജപ്രജാപതി വേമ്പനാട് അർജുനന്റെ വരവ് നാമവും പേറി ഇഹലോകവാസത്തിന് സ്വീകരിച്ച വിശ്വവീരാ പുരുഷന്റെ വരവ് ഭക്തപ്രഹ്ലാദന്റെ വീരനായകന്റെ വരവ് ആനയടി തമ്പുരാനെ വണങ്ങി ആനയടി പൂരത്തിലേക്ക് ഇതാ പദം വെച്ച് കടന്നു വരുന്നു. ആരാധക ഹൃദയങ്ങൾ വരവേൽപ്പൊരുക്കുമ്പോൾ താരമായി നിൽക്കുവാൻ ഗജരാജ പ്രജാപതി വേമ്പനാട് അർജുന നിനക്കൊരായിരം